أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا صدق الله العلي العظيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് 7-8 ആയത്തുകളുടെ രണ്ടാം ഭാഗം പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിനേക്കാളും ആയത്തുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അതായത് 7ാമത്തെ ആയത്താണ് നമ്മൾ കാര്യമായിട്ട് വിശദീകരിച്ചത്. ഇന്ന് 7ാമത്തെ ആയത്തിൽ തന്നെ കുറച്ച് സീനത്ത് എന്നുള്ള പദം, അതിൻ്റെ റൂട്ട്, അത് ഖുർആനിലെ എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതുകൂടി നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ ഒരു ചെറിയ എന്നാൽ ഇത്തിരി അല്പം വിശദമായിട്ടുള്ള അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആശയമാണ് പറഞ്ഞത്. അതിനു മുമ്പ് 2 കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ സീനത്ത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്തുണ്ട്, ഒരു ടെമ്പററി നേച്ചർ, അതിൻ്റെ ഒരു സംഗതി അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ സീനത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അലങ്കാരമാണല്ലോ. അലങ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വിവാഹത്തിന് ഒരുങ്ങുന്ന പോലെ ആവില്ല മണവാട്ടി പിന്നീട് ഉണ്ടാവുക, അല്ലെ? അത് താൽക്കാലികമായിരിക്കും. നമ്മൾ തന്നെയും ഒരു നല്ല ഒരു ഒക്കേഷന്, ഒരു ഈവൻറ്റിനോ ഒരു പരിപാടിക്കോ ഒക്കെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരുങ്ങും. പക്ഷെ ആ പരിപാടി കഴിയുമ്പോൾ, ആ ഇവന്റ് കഴിയുമ്പോൾ, ഇവനൊന്ന് സാധാരണ പുറത്തു പോകുന്നത് പോലും കുറച്ച് നല്ലൊരു ഡ്രസ്സിലൊക്കെ പോകും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അത്തരം അലങ്കാരങ്ങളൊക്കെ മാറ്റിവെക്കും. അപ്പോൾ ആ ഒരു സീനത്ത് എന്ന് പറയുന്ന പദത്തിൽ തന്നെ എന്തുണ്ട്, ഒരു ടെമ്പററി നേച്ചർ, ഒരു താൽക്കാലികമാണ് എന്ന ഒരു ഉദ്ദേശം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പം വിശദമായി പറഞ്ഞതാണ്. പക്ഷെ ആ പദത്തിൻ്റെ തന്നെ നമ്മളതിൻ്റെ സാധാരണ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ്ങിൽ അത് പെട്ടിട്ടുണ്ട്. രണ്ടാമതൊരു സംഗതി ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയ ഒരു സംഗതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് നമ്മൾ ഇസ്ലാമിൻ്റെ കല, ഇസ്ലാമിൻ്റെ സംസ്കാരം, ഇസ്ലാമിൻ്റെ അത്തരം ശാസ്ത്രം, ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഓർഡർ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈല്, ഇസ്ലാമിൻ്റെ ആ ഒരു സിമ്മെട്രി, അല്ലെ? അതൊരു എല്ലാം ഒരു ഓർഡറിലാണ് വരിക. ആ പള്ളികളിലൊക്കെ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള പള്ളികളുടെ ആർക്കിടെക്ചർ സ്റ്റൈല് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു കൃത്യമായ ഒരു സിമ്മെട്രി, ഒരു ഓർഡർ, ഒരു അതിനൊരു ഭംഗിയുണ്ട്, അല്ലെ? ഒരു ഓർഡർ കാണാൻ പറ്റും. എന്തുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഓർഡറാണ്. അതായത് യൂണിവേഴ്സിനൊരു ഓർഡർ ഉണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു ഓർഡർ ഉണ്ട്, അല്ലെ? ആ സെന്റർ ഓഫ് ദ ഓർഡർ ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവിനെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രീകൃത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ ഇങ്ങോട്ടാണോ? അതിൻ്റെ എന്നോടാണോ പറഞ്ഞത്? അല്ലേ? ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. കലയാകട്ടെ, സംസ്കാരമാകട്ടെ, സംഗീതമാകട്ടെ, ഈവൻ നമ്മളുടെ ഇസ്ലാമിക നഷീദ്, അതിൽ പോലും ആ ഒരു ഓർഡർ ഉണ്ട്. പക്ഷേ ആ ഇക്വേഷനിൽ നിന്ന് അള്ളാഹുവിനെ എടുത്ത് കളയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇപ്പം നമുക്ക് ബ്യൂട്ടി എന്ന് പറയുന്നതിലും നമുക്ക് എന്തുണ്ട്, അള്ളാഹുവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ഒരു ഭംഗിയുണ്ട്. ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അതിനൊരു മനോഹാരിത ഉണ്ട്, അല്ലെ? അതിനൊരു മനോഹാരിത, ആ മനോഹാരിത ഒരു സ്പിരിച്വലാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ സീനത്ത് എന്നുള്ളത് സൗന്ദര്യം, ഇസ്ലാമിലെ ബ്യൂട്ടി എന്നുള്ളത് സ്പിരിച്വലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇക്വേഷൻ അള്ളാഹുവിനെടുത്ത് കളയുമ്പോൾ നമുക്ക് ലോകത്ത് ഇന്ന് കാണുന്ന ഒരുപാട് സംഗതികളിൽ ഒരു ബ്യൂട്ടി ഇല്ലാത്തതിനെ ആളുകൾ ബ്യൂട്ടി ആയിട്ട് കൊണ്ടു നടക്കുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കൂ, മ്യൂസിക് ഇന്ന് എന്തായിരിക്കുന്നു? എന്തൊക്കെയോ കുറെ ഒച്ചപ്പാടുകളായി മാറിയിട്ടുണ്ട്, അല്ലേ? കുറെ അലമുറ ഇടുക, കുറെ തേങ്ങിക്കരയുക, കുറെ
പിന്നെ എന്തൊക്കെയോ പിന്നെ അല്ലെങ്കിൽ വേണ്ടാത്ത സംഗതികൾ, ഒരുപാട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, പലതരത്തിൽ ആ ഒരു അതിനെ നമ്മൾ സംഗീതത്തിന്റെ സൗന്ദര്യമെന്ന് വിശേഷിപ്പിക്കാൻ പോലും പറ്റാതിരിക്കുമാറോ അതൊരു അലമുറ ഇടലോ ഒരു വനരോധനമോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഡാൻസ് ഈവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കല ഇല്ലെങ്കിൽ കൂടി അത് തന്നെ ഇപ്പം എടുത്തു നോക്കൂ. അള്ളാഹുവിനെ നമ്മുടെ മൊത്തം ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ അത്തരം സംഗതികൾ പോലും എന്തായിട്ട് മാറുന്നു? വളരെ വൾഗറായിട്ട് മാറുന്നു. പലപ്പോഴും അതൊരു കല എന്ന് വിളിക്കാൻ പറ്റാത്ത രൂപത്തിൽ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആളുകൾക്ക് ദൈവവിശ്വാസം കൂടുതലുള്ള കാലത്ത് പോലും ആ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതിനൊക്കെ ഒരു താളം, ഒരു ക്രമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ യുവാക്കളുടെ പ്രത്യേകിച്ച് പന്ത് കളിയും ഒക്കെ ആയിട്ട് പ്രാന്തായിട്ട് നടക്കുന്ന ആളുകളിലൊക്കെ ഈ ടാറ്റു അല്ലെ, മൊത്തം ശരീരം നിറച്ച് ടാറ്റു കുത്തിയിട്ട് അതിലൊരു കടുക്കനൊക്കെ ഇട്ട് മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ വെട്ടി, എന്നിട്ട് ഒരു ഭംഗിയായിട്ട് അതൊരു സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണമായിട്ട് ആളുകൾ കൊണ്ടെടുക്കണം. നമുക്ക് കണ്ട് അത്ഭുതപ്പെടും. എന്തൊരു വൈകൃതമാണത് അല്ലെ. ശരീരം നിറച്ച് ഇങ്ങനെ ടാറ്റു ഒക്കെ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒരാളെ ഏത് ഭംഗിയാണ് നമുക്ക് അതിൽ ദർശിക്കാൻ പറ്റുക? ഒരു ഭംഗി അതിനകത്ത് ദർശിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നമ്മൾ നിർത്തുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെയും നമ്മുടെയും ഒക്കെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് വരുമ്പോൾ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കലയാകട്ടെ, സംസ്കാരമാകട്ടെ, നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ സംഗീതം ഒരു പ്രപഞ്ചത്തിലുള്ളതാണല്ലോ. നാച്ചുറലാണ് സംഗീതം. കിളികളുടെ ശബ്ദം, തോടുകളും പുഴകളൊക്കെ ഒഴുകുന്ന ശബ്ദം, ഇതൊക്കെ തന്നെയാണല്ലോ സംഗീതത്തിന്റെ തുടക്കം. അതൊക്കെ നമുക്ക് എന്താവും ആസ്വദിക്കാൻ പറ്റുന്നതും ഒരു ഓർഡർ ഉള്ളതുമായിട്ട് മാറും. പക്ഷെ അതില്ലാതാകുമ്പോൾ എന്താ സംഭവിക്കുക? അതൊക്കെ അനാർക്കിയായിട്ട് മാറും, ഒരു കയോട്ടിക് ആയിട്ട് മാറും, അരാജകത്വമായിട്ട് മാറും. അതാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു സംഗീത പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇന്ന് എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റുമോ നമുക്ക്? പണ്ട് കാലത്ത് ഇസ്ലാമികമല്ലാത്ത സംഗീത പരിപാടികളോ അല്ലെങ്കിൽ അത്തരം ഒരു സാംസ്കാരിക പരിപാടികളൊക്കെ നമുക്കൊക്കെ പോയി വെറുതെ ഇരിക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഹറാമോ ഹലാലോ എന്ന വിഷയത്തിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് സാധാരണ മനുഷ്യർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് കുറച്ചൊക്കെ മൂല്യബോധമുള്ള ഒരാൾക്ക് ഇത്തരം ഒരു സദസ്സിലോ ഇത്തരം ഒരു പരിപാടി നടക്കുന്ന ഒരു TV പരിപാടിയോ ഒന്നും ഓൺ ചെയ്തിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് വൾഗറും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പ്രയോഗങ്ങളും തമാശ പോലും കോമഡി പോലും ഇന്ന് എന്തായി മാറിയിരിക്കുന്നു. ഒരു കോമഡി പരിപാടി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, TV ഒരു കോമഡി പരിപാടി. ഈ കോമഡിയുടെ ഇടയ്ക്ക് നമുക്ക് മാതാപിതാക്കളും മക്കളും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത ടൈപ്പ് അത് മാറിയിട്ടില്ലേ? അങ്ങനത്തെ ഒരു തനി ഹാസ്യം പോലും ഇല്ലാതായി മാറിയിരിക്കുന്നു. കാരണം എന്താ? അവിടെ ആളുകളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ, സാംസ്കാരിക സങ്കല്പങ്ങൾ, കലയോടുള്ള കാഴ്ചപ്പാടൊക്കെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ അള്ളാഹു ഈ ഭൂമിയിലുള്ള സകലതും ഇതിന് സീനത്താക്കിയിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും എന്തല്ല, സീനത്തല്ല, കലയല്ല, അതിൽ ഒരു സൗന്ദര്യമില്ല. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി തഫ്സീറുകൾ വെച്ചിട്ട് നമ്മൾ ഈ ആയത്തിനെ, 7ാമത്തെ ആയത്തിനെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട. അതിൽ ഒരു തഫ്സീറിൽ ഞാൻ പല തഫ്സീറുകളുടെ പ്രധാനപ്പെട്ട തഫ്സീറുകളുടെയൊക്കെ പേര് പറയാം, എല്ലാം ഒന്നും ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ അതിലൊരു ഇത് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചത്തിലെ ആളുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പ്രവാചകൻ എന്തായിരുന്നു? വിഷമിച്ചിരുന്നു അല്ലെ. ഫല അല്ലക്ക ബാഹിഉൻ നഫ്സക എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഈ പറയുന്ന വാചകം പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അതായത് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ സകലതും മനോഹരമായി ആളുകൾക്ക് തോന്നിച്ചു കൊടുത്തു. ആ തോന്നിച്ചു കൊടുത്ത സംഗതി അല്ലെങ്കിൽ അങ്ങനെ ആക്കി വെച്ചു അള്ളാഹു. അത് ആളുകളെ പ്രവാചകന്റെ സന്ദേശത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്നു. ഇമാം ഇബ്നു ആഷൂറും അതുപോലെ തന്നെ ഇമാം അലൂസിയും പറയുന്നത് സാധാരണ എന്തെങ്കിലും നമ്മൾ ഇന്നക്ക് അർത്ഥം എന്താ പറയാ? ഇന്നക്ക് എന്താ അർത്ഥം പറയാ?
തീർച്ചയായിട്ടും അല്ലെ, ഫോർ ഷുവർ, നോ ഡൗട്ട്, നിസ്സംശയം എന്ന അർത്ഥത്തിലാണ് പറയാം. പക്ഷെ ഇമാം ഇബ്നു ആഷൂറും അലൂസിയും അദ്ദേഹം അവർ രണ്ടുപേരുടെയും ഒരു അഭിപ്രായം, ഇവിടെ ഇന്നയുടെ അർത്ഥം തീർച്ചയായിട്ടും എന്നല്ല, മറിച്ച് അത് ബിക്കോസ് ഒരു പിന്നെ ഇന്ന കാരണത്താൽ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഐ ഡിഡിൻ ഗോ ദെയർ ബിക്കോസ് ഐ ഡിഡിൻ ഹാവ് ടൈം, ഞാൻ അവിടെ പോയില്ല കാരണം എനിക്ക് സമയം കിട്ടില്ല എന്നതുപോലെ ഈ ഇന്നയുടെ അർത്ഥം ബിക്കോസ് എന്ന അർത്ഥത്തിലാണ്. അതായത് നേരത്തെ പറഞ്ഞ ആയത്തുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ ആയത്ത് എന്താ, ഫല, ഇതിന് തൊട്ടുമ്പത്തെ ആയത്ത് എന്താ, ഫല അല്ലക ബാഖിഉൻ നഫ്സക അല ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. ഈ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ വർത്തമാനത്തിൽ, ഈ വേദഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ താങ്കളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നു, നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയേക്കാം. കാരണം കാരണം നാം ആക്കിയിരിക്കുന്നു ജഅൽന. അപ്പൊ അവിടെ ഇന്നയുടെ അർത്ഥം എന്താ, തീർച്ചയായിട്ടും എന്നല്ല, മറിച്ച് ബിക്കോസ്, അത് കാരണം, ഇതുകൊണ്ടാണ് നാം ഈ ഭൂമിക്ക് മുകളിലുള്ള സകലതും വളരെ ഇതിനൊരു അലങ്കാരമാക്കി വെച്ചത് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് എന്ന ആ കാരണത്തിന്റെ മീനിങ്ങിലേക്ക് പോകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു റീസൺ, ഇന്ന എന്നതിന്റെ ഉദ്ദേശം ഒരു റേഷണൽ കൊടുക്കുകയാണ്. അതിന്റെ ഒരു ഈ ഒരു ഒറ്റ കാരണത്താലാണ് അവർ വിശ്വസിക്കാത്തത്. പ്രവാചകന്റെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശം അവർ സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഈ അലങ്കാരത്തിൽ അവരെന്തു പറ്റി പോയി, മുഴുകിപ്പോയി. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം ബാധകമാണ്. ഇതെന്താണ് ശരിക്കും, ഈ സീനത്ത് ഒരു താൽക്കാലികമാണ്. ആ താൽക്കാലികമായ ഒരു സംഗതിയാണ് എന്ന കാര്യം മറന്നിട്ട് ഇതിന്റെ ലൈറ്റും ഇതിന്റെ പളപളപ്പും ഇതിന്റെ ശോഭയും ഇതിന്റെ ഷോപ്പിംഗ് മാളും ഇതിന്റെ സ്പോർട്സും ഒക്കെ കണ്ടിട്ട് ആളുകൾ എന്ത് വിചാരിച്ചു, ഇത് തന്നെയാണ് ലോകം, ഇത് തന്നെയാണ് ജീവിതം, ഇതിന്റെ അപ്പുറത്തേക്കൊരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അവർക്ക് പ്രവാചകന്റെ സന്ദേശം അരോചകമായി തോന്നി. അവർക്കത് വിശ്വസിക്കാൻ പറ്റാതെ ആ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ തന്നെ വധിക്കുമാർ അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ നശിപ്പിക്കുമാറുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാണ് പിന്നെ അതിന്റെ വ്യാഖ്യാനമായിട്ട് ഇബ്നു ആഷൂറും അലൂസിയും പറയുന്നത്. ഇനി ഇമാം ജമഖ്ശരിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ഇമാം ജമഖ്ശരിനെ ഒരു മുഅ്തസില ആയിട്ടാണ് കരുതിയിട്ടുള്ളത്. മുഅ്തസിൽ എന്ന് പറഞ്ഞാൽ സന്ദേഹവാദി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. അതായത് ഒരുപാട് ഫിലോസോഫിക്കലായിട്ട് ചിന്തിച്ചിട്ട് പിന്നെ പലതരത്തിലുള്ള അത്തരം വാദങ്ങൾ. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കും തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീർ അൽ കശാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തഫ്സീർ വളരെ ഭാഷാപരമായിട്ട് പലരും അദ്ദേഹത്തിന്റെ ആ ഭാഷാ പാഠവത്തെ അംഗീകരിച്ചുകൊണ്ട് ആ തഫ്സീറിനെ കോട്ട് ചെയ്യാറുണ്ട്. അതനുസരിച്ച് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹം ഇവിടെ പറയുന്നത് മാ അലൽ അർള്, അല്ലദി അലൽ അർള് എന്ന് പറയാതെ അള്ളാഹു ഇന്നാ ജഅൽന മാ അലൽ അർള് എന്ന് പറഞ്ഞു. അല്ലദിയുടെ അർത്ഥം എന്താ? അല്ലദി എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ അർത്ഥം എന്താ വരിക? ദാറ്റ് വിച്ച്, അല്ലെ, ഇന്നത്. അപ്പോ അല്ലദിക്ക് ഒരു സ്പെസിഫിക് അർത്ഥമാണ്. അതായത് ഭൂമിയുടെ മുകളിലുള്ള ഏതോ ഒരു പ്രത്യേക സംഗതിയെ സൂചിപ്പിക്കാനാണ് അല്ലദി പറയാ. അതായത് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ ഭൂമിയുടെ മുകളിലുള്ള ഈ വൃക്ഷം അല്ലെങ്കിൽ ഈ ചെടി എന്ന് പറഞ്ഞിട്ട് ഈ ഹാദൻ നബാത്ത് അല്ലദി എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അതെന്താണ്, സ്പെസിഫിക് ആണ്. മാ പറയുമ്പോൾ മായും സെയിം ഇസ്മു മൗസൂലാണ്. ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ദാറ്റ് വിച്ച് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഇസ്മുകളാണ് ഇസ്മു മൗസൂൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ ഒരു സംഗതിയെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു കണക്ടിങ്, ഒരു കൺജങ്ഷൻ അല്ലെ, അങ്ങനെയല്ല ഇംഗ്ലീഷിൽ പറയാം, കൺജങ്ഷൻ. അത് മാ വരുമ്പോൾ അത് വളരെ ജനറിക് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നാ ജഅൽന മാ അലൽ അർളി, ഭൂമിയിലുള്ള സകലതും, ഏതോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി അല്ല. അല്ലതിയാണ് അതിന് ഉപയോഗിക്കുക, സ്പെസിഫിക് ആയിട്ട് ഒരു സംഗതിയെ പറയാൻ. പക്ഷെ മാ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പൺ എൻഡഡ്, അത് ഭൂമിയിലുള്ള സകലതിനെ കുറിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും മനോഹരമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല വച്ചിരിക്കുന്നു ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക്. അത് ഈ ഭൂമിയുടെ അലങ്കാരങ്ങള്, ഇവിടുത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന സകലതും എന്ന അർത്ഥത്തിൽ ആ മാ ഉപയോഗിച്ചത് കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ, മാ എന്ന് പറയുമ്പോൾ. ഇനി സീനത്തിന്റെ തന്നെ അർത്ഥം, അതിന്റെ ഒരു പൊസിഷൻ, സീനത്ത് എന്ന് പറയുന്ന പദം ഗ്രാമറ്റിക്കലി എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നതാണ്.
അതിൽ 3 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ഈ സീനത്ത് എന്നുള്ള പദം ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹ, ആ പദത്തിന്റെ പൊസിഷനെ കുറിച്ച്, ഗ്രാമറ്റിക്കൽ പൊസിഷനെ കുറിച്ച് ഞാനത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഗ്രാമർ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? അപ്പോൾ വിശാലമായ അർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത്തരം പദങ്ങൾ അള്ളാഹു പ്രയോഗിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പറയുന്നത്, ഈ സീനത്ത് എന്നുള്ളത് 2 മഫ്ഊലിന്റെ സ്ഥാനത്ത് 2ാമത്തെ മഫ്ഊലാണ്. എക്സാമ്പിൾ, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഇപ്പോ ജഅലയുടെ അർത്ഥം എന്താ? ജഅല ഉണ്ടാക്കി, ആക്കി, മെയ്ഡ്, ആക്കി അല്ലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വുഡ്, ഈ മരം ഒരു കസേര ആക്കി അല്ലെ. അപ്പൊ ഞാൻ ആക്കി എന്നുള്ളതാണ് വെർബ്, ആക്കി അല്ലെ, ഐ മെയ്ഡ് എന്നുള്ളത്. വുഡ് എന്നുള്ളത് എന്താണ്? അതിന്റെ ആദ്യത്തെ മഫൂലാണ്, ഒബ്ജക്റ്റ് ആണ്. ഈ മരത്തെ ഞാൻ ആക്കി, എന്താക്കി മാറ്റി? കസേരയാക്കി മാറ്റി. ആ കസേര എന്നുള്ളത് എന്താണ്? 2ാമത്തെ മഫൂലാണ്. ഐ മെയ്ഡ് ദിസ് വുഡ് ഇൻ ടു എ ചെയർ. അപ്പോൾ ഐ മെയ്ഡ് എന്നുള്ള വെർബ്, ഐ സബ്ജക്റ്റ്, വുഡ് എന്നുള്ളത് എന്താണ്? ആദ്യത്തെ മഫൂല്, ഒബ്ജക്റ്റ് നമ്പർ 1. ഒബ്ജക്റ്റ് നമ്പർ 2 എന്താ? ചെയർ, കുർസി. ഇത് ഖുർആനിലെ അറബി ഭാഷയിൽ അങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾക്ക് 2 മഫൂൽ ഉണ്ടാവും. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ലറബ അലിയുൻ സൈദൻ, അലി സൈദിനെ അടിച്ചു. സൈദ് ഒറ്റ മഫൂലേ ഉള്ളൂ അല്ലെ. ആ വെർബ് ലറബ എന്നുള്ള വെർബിന് ഒറ്റ മഫൂലേ ഉള്ളൂ, അലി സൈദിനെ അടിച്ചു, സൈദ് എന്നുള്ളത്. പക്ഷെ ജഅലക്ക് 2 വെർബുണ്ട്. അതുപോലെ പല 2 വെർബുകൾ, ഒരുപാട് ഇസ്മുകൾ, ഒരുപാട് ഫീലുകൾ ഉണ്ട് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയണം. ഖുറാനിൽ തന്നെ ഇത് പല സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഇന്നാ ജഅൽനാഹു, പിന്നെ ജഅൽനാക്കും വകദാലിക ജഅൽനാക്കും ഉമ്മതൻ വസതൻ, വകദാലിക ജഅൽനാക്കും, അപ്രകാരം ജഅൽനാക്കും, കും എന്നുള്ളത് എന്താ? നിങ്ങളെ നാം ആക്കി, ഉമ്മതൻ വസതൻ, ഒരു മധ്യമ സമുദായമാക്കി മാറ്റി, ഒരു മിഡിൽ പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു സമുദായമാക്കി മാറ്റി. ഇന്നാ ജഅൽനാഹു ഖുർആനൻ, നാം അതിനെ ഖുർആനാക്കി. അതിനെ ജഅൽനാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്പീച്ച്, അള്ളാഹുവിന്റെ കലിമത്തിനെ അള്ളാഹു ഖുർആനാക്കി മാറ്റി. സാധാരണഗതിയിൽ അള്ളാഹുവിന് ഒരുപാട് സ്പീച്ച് ഉണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട്. ആ വചനത്തെ, അത് ഭാഷ ഇല്ലാത്ത വചനമാണ് അള്ളാഹുവിന്റെ, ഭാഷയില്ല, അർത്ഥമില്ല, അല്ലെങ്കിൽ അർത്ഥമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിനൊരു പ്രത്യേക ഭാഷയുടെ പ്രത്യേക ചട്ടക്കൂടിലുള്ളതല്ല അള്ളാഹുവിന്റെ സംസാരം. പക്ഷെ ആ സംസാരത്തെ ഖുർആനാക്കി മാറ്റി എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അറബി ഭാഷയിലുള്ള നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന മുസ്ഹഫിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു ഖുർആനാക്കി മാറ്റി. അതല്ല എൻ്റെ ഉദ്ദേശം, പക്ഷെ ഈ ജഅല പറയാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നതുപോലെ ഇവിടെ ഇന്നാ ജഅൽനാ മാ അലൽ അർള്, മാ അലൽ അർള് എന്നുള്ളതാണ് 1ാമത്തെ മഫൂല്. എന്താ അർത്ഥം? ഭൂമിക്ക് മുകളിലുള്ള സകലതും നാം ആക്കി, എന്താക്കി മാറ്റി? സീനത്തൻ ലഹ, അതിൻ്റെ, ഈ ഭൂമിയുടെ അലങ്കാരമാക്കി മാറ്റി. അപ്പോൾ അതെന്താണ്? അതിന്റെ സ്ഥാനം സീനത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹി സാനി, 2ാമത്തെ മഫ്ഊലാണ് എന്നതാണ് ഗ്രാമറ്റിക്കലി സീനത്തിന്റെ ഒരു സ്ഥാനം. ഓക്കെ, അപ്പോ അത് മനസ്സിലായല്ലോ? അത് ക്ലിയർ ആണല്ലോ അല്ലെ? അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ഓർ നോട്ട്? യെസ്, ഓക്കെ, ക്ലിയർ. സെക്കൻഡ്, ഇനി 2ാമത്തെ പൊസിഷൻ ഇത് പിന്നെ മഫ്ഊലും ബിഹി അല്ല, മറിച്ച് ഇത് പിന്നെ ഹാലാണ്. ഏത്? സീനത്ത് എന്നുള്ളത് ഹാലാണ്. ഹാല് നമ്മളിപ്പോൾ പല പ്രാവശ്യം വന്നു അല്ലെ? ഇതുവരെ നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ എടുത്തു തുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള ഒരു ഗ്രാമർ ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ. അതായത് ഇന്നാ ജഅൽനാ മാ അലൽ അർളി, ഈ ഭൂമിക്ക് മുകളിലുള്ളതിന്റെ സകലതിനെയും നാം ആക്കിയിരിക്കുന്നു സീനത്തൻ, ഒരു അലങ്കാരമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആ മുകളിലുള്ള സകലതും എന്ന പദത്തിന്റെ ഒരു ഹാലാണ് സീനത്ത്. അങ്ങനെ പറയും അറബിൽ. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ശരിക്കും അങ്ങനെയാണെങ്കിൽ സീനത്ത് എന്നല്ല പറയണ്ട, ഐ മെയ്ഡ് ദിസ് ഇൻ ടു ബ്യൂട്ടി എന്നല്ലല്ലോ പറയാം, ബ്യൂട്ടിഫുൾ എന്നല്ലേ പറയേണ്ടത്. ബ്യൂട്ടിഫുൾ എന്നുള്ള പദത്തിന്റെ അർത്ഥം, പിന്നെ അതിന് പറ്റുന്ന പദമല്ല സീനത്ത്.
അങ്ങനെയാണ് പറയേണ്ടത് മുസയ്യനത്തൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. ബ്യൂട്ടിഫുൾ എന്നാണ് പറയേണ്ടിയിരുന്നതെങ്കിൽ മുസയ്യനത്തൻ അല്ലെങ്കിൽ ജമീലത്തൻ എന്നൊക്കെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറയാതെ സീനത്തൻ എന്ന് പറഞ്ഞിട്ട് അതൊരു മസ്ദറാണ്. മസ്ദർ എന്ന് പറഞ്ഞൊരു ഐഡിയ, റൂട്ട് വേർഡ് ഐഡിയ, അതിനെ തന്നെ ഹാലാക്കി മാറ്റിയിരിക്കുന്നു. അത് ഏതുപോലും ശരി നമ്മൾ മലയാളത്തിൽ തന്നെ പറയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കവിത പറയുകയാണെങ്കിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയും ഒരു കവിതയിൽ. അതിനൊരാൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, കഷണ്ടിയുള്ള ആളെ കുറിച്ചിട്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു സൂര്യനെ പോലെ നിൻ തല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അതല്ല വിഷയം. അതായത് ചന്ദ്രനെ പോലെ നിൻ മുഖം എന്ന് പറയുന്ന പോലെ മാറ്റിയിട്ട് താങ്കളുടെ മന്നവേന്ദ്ര വിളങ്ങുന്നു അല്ലെങ്കിൽ മന്നവേന്ദ്ര താങ്കളുടെ മുഖം ചന്ദ്രനാണ് എന്ന് പറയും. ആ പോലെ എന്നുള്ളത് മാറ്റും എന്ന് പറഞ്ഞാൽ എന്താ, ആ ചന്ദ്രൻ തന്നെ ഉദിച്ചതുപോലെയുണ്ട് താങ്കളുടെ മുഖം എന്ന് പറയുന്ന പോലെ. ഇംഗ്ലീഷിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹി സ്പോക്ക് എലക്വന്റ്ലി എന്ന് പറയും. അയാൾ നല്ല വാചാലമായിട്ട് സംസാരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി സ്പോക്ക് എലക്വന്റ്ലി. പക്ഷെ കുറച്ചുകൂടി നല്ല പോയറ്റിക് ലാംഗ്വേജിൽ പറയുമ്പോൾ ഹി സ്പോക്ക് എലഗൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരം അത് തന്നെ വാചാലതയാണ് എന്ന് പറയും. ക്ലിയർ ആണോ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ അങ്ങനെ, അതായത് ഏറ്റവും ഒരാളുടെ വിശേഷണത്തെ ഏറ്റവും അങ്ങേയറ്റമാണ് അതിന്റെ അങ്ങേയറ്റമാണ് അയാളെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ആശയത്തെ തന്നെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഏതുപോലെ ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പോലെ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ. ഈ ഭൂമിക്ക് മുകളിലുള്ളതിനെ ബ്യൂട്ടിഫുൾ അല്ല ആക്കിയിട്ടുള്ളത്, മറിച്ച് അത് തന്നെ ബ്യൂട്ടി ആയിട്ട് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെന്താണ്, അതൊരു സാഹിത്യത്തിന്റെ ഏറ്റവും, അല്ലെങ്കിൽ ബലാഗയുടെ, അറബി ഭാഷയിൽ അതിനെ പറയാം ബലാഗ, ഏറ്റവും മനോഹരമായി പ്രയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ അള്ളാഹു ഏറ്റവും ഭംഗിയാക്കി, ഏറ്റവും ആ ബ്യൂട്ടിയുടെ മാക്സിമം കപ്പാസിറ്റിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്കുള്ളത് ഇനി സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? ഇനി ഭൂമിയുടെ മുകളിൽ മറ്റൊരു ബ്യൂട്ടി സങ്കല്പിക്കാൻ സാധ്യമല്ല. ഇതിന്റെ അപ്പുറത്ത് വല്ല ബ്യൂട്ടിയും ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? സ്വർഗത്തിലേക്ക്. നമുക്കത് അനുഭവമുള്ള ഒരു സംഗതിയാണ്. നമ്മൾ എല്ലാവരും ബ്യൂട്ടി, ഞാനത് തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു, എല്ലാവരും ബ്യൂട്ടി ആഗ്രഹിക്കുന്നു, എല്ലാവരും ബ്യൂട്ടിയെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തന്നെയും ബ്യൂട്ടിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊക്കെ ഈ സീനത്ത് എന്നുള്ളതിന്റെ ഇതിൽ പെടുന്നതാണ്. അപ്പം അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അപ്പൊ രണ്ടാമത്തെ പൊസിഷനാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ എന്താ പറഞ്ഞ, സീനത്ത് എന്നുള്ളത് ഏത് സ്ഥാനത്താണ് വന്നിരിക്കുന്നത്? ഹാല്, ഒരു ഹാലായിട്ട് വന്നിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു പൊസിഷൻ, സീനത്തിന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞത്, അത് മഫ്ഊലും ബിഹി അല്ല, മഫ്ഊലുൽ ലഹു ആണ്. മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ട് അറബിയിൽ. മഫ്ഊലു ബിഹി ആണ് ഒബ്ജക്റ്റ്. എന്ത്, ലറബ അലിയുൻ സൈദൻ മഫ്ഊലും ബിഹിയാണ്. പക്ഷേ ഇനി മഫ്ഊലുൽ ലഹു വരും. അതെന്തിനാന്ന് വെച്ചാല് വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് മഫ്ഊലുൽ ലഹു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിക്ക് മുകളിലുള്ള സകലതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു, സോ ദാറ്റ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ബിക്കോസ് ഫോർ ദ പർപ്പസ് ഓഫ് ബ്യൂട്ടി. ആ ഫോർ ദ പർപ്പസ് എന്ന് പറയുമല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ള സകലതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് മനോഹരമായിട്ട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് സൃഷ്ടിച്ചുള്ളത്. അപ്പൊ ആ ഒരു ഫോർ ദ പർപ്പസ് ഓഫ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് മഫ്ഊലുൽ ലഹു. അപ്പോൾ മൂന്നാമത് ഇതിന്റെ സ്ഥാനം, ഈ സീനത്ത് എന്ന് പറയുന്ന പദത്തിന്റെ സ്ഥാനം, അത് മഫ്ഊലുൽ ലഹു ആണ്. ഇതാണ് 3 പൊസിഷൻ. അപ്പൊ ഏതൊക്കെയാണ് ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞത്? ആദ്യം സീനത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ, മഫ്ഊൽ ബിഹി സാനി അല്ലെ, രണ്ടാമത്തെ മഫ്ഊല്. രണ്ടാമത്തത് സീനത്ത് എങ്ങനെ ഉപയോഗിച്ചത്? ഹാലായിട്ട് ഉപയോഗിച്ചു. മൂന്നാമത്തത് മഫ്ഊലുൽ ലഹു. മഫ്ഊലുൽ ലഹു എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താ? വൈ, ഫോർ ദ പർപ്പസ് ഓഫ്, എന്തുകൊണ്ട് എന്ന ഉത്തരം കിട്ടുന്ന ആ ഒരു സ്ഥാനത്ത് അത് വരുന്നു. അതായത് ഭൂമിക്ക് മുകളിലുള്ള സകലതിനെയും അള്ളാഹു സൃഷ്ടിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? അത് മനോഹരമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് അതിനനുസരിച്ച് ഈ അർത്ഥങ്ങൾ വ്യത്യാസപ്പെടും. ഏത് അർത്ഥം വെച്ചാലും നമുക്ക് കിട്ടുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഭൂമിക്ക് മുകളിലുള്ള സകലതും മനോഹരമാണ്,
സൗന്ദര്യത്തിൻ്റെ, ആത്മീയമായ ഒരു സൗന്ദര്യത്തിൻ്റെ മകുടോദാഹരണമാണ്. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷണീയമാണ് എന്നുള്ള ഒരു മീനിങ്ങാണ് കിട്ടുക. ഇനി ഇമാം ഷങ്കൈത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ആയത്തിൽ എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹു അത് മനോഹരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിക്ക് മുകളിലുള്ള സകലതും ഒരു ജനറലൈസ്ഡ് ആയിട്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സൂറത്തിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ചിലത് പ്രത്യേകം മനോഹരമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫിൽ തന്നെ അൽ മാലു വൽ ബനൂന, പൂരിപ്പിക്കൂ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതുന്നവരില്ലേ? ഇവിടെ ഇല്ലേ? എല്ലാവരും ഓതുന്നവരാണോ? വെള്ളിയാഴ്ച ഓതാറുണ്ടാ? ഓക്കെ, മാഷാ അല്ലാഹ്. വെള്ളിയാഴ്ച ഓതണം, എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധമായിട്ട് ഓതേണ്ടതാണ്. ദജ്ജാല് വരുമ്പോൾ രക്ഷപ്പെടാനുള്ള സൂറത്താണ് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. പിന്നെയും പല സ്ഥലത്തും സീനത്ത് എന്നുള്ള പറയുന്നത്, അവിടെയൊക്കെ ആ സീനത്ത് സ്പെസിഫിക് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇവിടെ വളരെ ജനറൽ ആയിട്ട് എല്ലാ സംഗതിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ മനോഹാരിത, ഈ സൗന്ദര്യത്തെ അവന്റെ സ്വത്വം, നമ്മളത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, അവന്റെ സ്വത്വത്തിൽ നിന്നുള്ള ഒരു കഷണം അതായിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അള്ളാഹു മനോഹാരിതയാണ്. അള്ളാഹു മനോഹാരിതയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സൗന്ദര്യവാനാണ്. ആ സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മളാണ് അതിന്, ഈ സൗന്ദര്യത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഏതിലും എന്തിലും സൗന്ദര്യം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ, നമ്മുടെ മാനസികമായ അവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ് എന്നതുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, വെളുത്തതോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ നമ്മുടെ സൗന്ദര്യത്തിന് കുറെ സങ്കല്പങ്ങളുണ്ട് അല്ലെ? നിങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോ ഒന്ന് മ്യൂട്ട് ചെയ്യൂ, അഡ്മിൻ ആയിട്ടുള്ള ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ സൗന്ദര്യത്തെ, ഏറ്റവും മനോഹരമായ ഒരവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറയുന്ന വാചകത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു തരികയാണെന്ത്, ഇത് പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് സകലതിനെയും അള്ളാഹു മനോഹരമാക്കിയിരിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണെന്നുള്ളതാണ് ഇമാം ഷങ്കൈത്തി അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഇമാം ഇബ്നു അജീബ അദ്ദേഹം കുറച്ചുകൂടി കടന്നിട്ട് പറയുന്നത്, നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ഇതിനെ മുഴുവൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഭൂമിയെ മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഈ ഭൂമിയുടെ ഓരോ ഘടകങ്ങളെയും അതിൽ നിന്നൊക്കെ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഈവൻ സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ്, പാമ്പും തേളും പോലും എന്താണ്, അതിനൊക്കെ ഇപ്പം നമുക്ക് സൗന്ദര്യമായിട്ട് കാണാൻ പറ്റുമോ? പാമ്പിൽ സൗന്ദര്യം കണ്ടെത്താൻ എങ്ങനെയാ? പാമ്പിലൊക്കെ സൗന്ദര്യം കണ്ടെത്താൻ പറ്റുമോ? പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ? പാമ്പിനൊക്കെ പൊരിച്ച് തിരണവരില്ലേ? പാമ്പിനും തേളിനൊക്കെ വറുത്ത് തിരണവരില്ലേ? അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലും. ഇനി നമുക്ക് അങ്ങനെ പാമ്പിനും തേളിലൊന്നും സൗന്ദര്യം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ സൃഷ്ടി വൈവിധ്യത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു തെളിവായിട്ട് അത് മാറും ഇല്ലേ? ഒരു പാറ്റ, ഒരു ഉറുമ്പ് നമുക്ക് വെറുപ്പുള്ള സംഗതിയാണ് പലപ്പോഴും അല്ലേ? എലി. പക്ഷെ ഇന്ന് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാക്കി എലീനെ മാറ്റിയിട്ടില്ലേ കാർട്ടൂണിൽ അല്ലേ? മിക്കി മൗസ്. എലി നമുക്ക് വെറുപ്പുള്ളൊരു സംഗതിയാണ്. പക്ഷെ അത് മിക്കി മൗസിന്റെ കോലത്തിൽ വരുമ്പോൾ നമുക്ക് എന്തായി, അത് മനോഹരമായിട്ട് അനുഭവപ്പെടുന്നു. ടോം ആൻഡ് ജെറിയൊക്കെ ആയിട്ട് വരുമ്പോൾ എലീനെ നമ്മൾ ആരാധിച്ചു പോകും അല്ലേ? മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ലിറ്ററലി ഉള്ള ആരാധനയല്ല, മറിച്ച് ഒരു സ്നേഹം തോന്നിപ്പോകും, ഒരു ആദരവ് തോന്നിപ്പോകുന്ന രൂപത്തിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാർട്ടൂണിന്റെ ഒക്കെ പിന്നിൽ ഭയങ്കരമായ അപകടങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മറന്നിട്ടല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് ഇന്നത്തെ ലോകം. അതുപോലും സീനത്താക്കി മാറ്റിയിരിക്കുന്നു അല്ലേ? ഏറ്റവും അപ്പം വെറുക്കപ്പെട്ടത്, നമുക്ക് ഉപദ്രവമുള്ളത്, നമ്മളെ കടിക്കുന്നത്, നമ്മളെ കൊല്ലുന്നത്,
ആ ജീവികൾ പോലും എന്താണ് അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും ചുരുങ്ങിയത് അത് കാണുമ്പോൾ പരലോകത്തെ കുറിച്ചെങ്കിലും ഓർക്കുക. പാമ്പിനെ കാണുമ്പോൾ നരകത്തില് അല്ലെ, പാമ്പിന്റെ സ്കിന്ന് പല ഉപയോഗങ്ങളുള്ള സംഗതിയുണ്ട്, നമുക്കറിയാത്തുണ്ട്. പല വർണ്ണത്തില്, പല കളറില്, പല ഡിസൈനില് ഒക്കെ വരുന്ന അല്ലെ. ഈ പിന്നെ ചില അത്തരം ഒറ്റമൂലി ചികിത്സകരൊക്കെ ആ പാമ്പിന്റെ വിഷമൊക്കെ ഉപയോഗിച്ചിട്ട് പലതരം ചികിത്സ നടത്തുന്നവരുണ്ട്. സോ നത്തിങ് ഈസ് എന്താ പറയാ ഔട്ട് ഓഫ് ദിസ് കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി. ഒന്നും അള്ളാഹുവിന്റെ സൗന്ദര്യ സങ്കല്പത്തിന്റെ അപ്പുറത്തേക്ക് അല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിംസ്ര ജന്തുവോ ഒരു പാമ്പിനെയൊക്കെ കാണുമ്പോൾ പരലോകത്തെ കുറിച്ചെങ്കിലും നമുക്ക് ഓർമ്മ വരും. കാരണം ഇപ്പോ നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ മറ്റേ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഒരു പാമ്പായിട്ട് അവരെ വന്ന് കൊത്തും ഈ ഖബറിൽ അല്ലെ. ഖബറിൽ അങ്ങനെ ഒരു കറുത്ത സർപ്പത്തിന്റെ രൂപത്തിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികളെ കുറിച്ച് ഓർക്കാനെങ്കിലും നമുക്ക് എന്ത് വേണം, അള്ളാഹുവിന്റെ ഇത്തരം സൃഷ്ടികളെ കാണുമ്പോൾ ഓർമ്മ വരണം. അതിന്റെ ഉപദ്രവത്തെ ഇനിയിപ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പിനെ കാണുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കടിയേറ്റ് അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അതൊന്നും ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവല്ല. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ജാലന മാലല്ലാർദ് സീനത്തല്ല, എല്ലാം അലങ്കാരമാണ്, എല്ലാം ബ്യൂട്ടിയാണ്, അതുകൊണ്ട് പാമ്പിനൊന്നും വല്ലാതെ പേടിക്കേണ്ട എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പേടിക്കേണ്ടതിനൊക്കെ പേടിക്കണം, തല്ലിക്കൊല്ലേണ്ടതിനെ തല്ലിക്കൊല്ലണം, ചിലപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെയ്യേണ്ടി വരും. അതെല്ലാം നമുക്ക് അണ്ടർസ്റ്റുഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള നിലക്ക് അതിനെ കാണാനും അതിനെ വേണ്ട രൂപത്തിൽ ആ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാനും പരലോകത്തെ കുറിച്ച് ആലോചിക്കാനും ഒക്കെ ഇത് നമുക്ക് ഉപകാരപ്പെടണം കേട്ടോ. ഓക്കെ, അതാണ് പറഞ്ഞത്. അതാണ് ഇമാം ഇബ്നു അജീബ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഈവൻ പാമ്പുകളും തേളുകളും പോലും ഈ ഭൂമിയുടെ മനോഹാരിതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമിക്ക് ചുറ്റും, ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഗതികളും എല്ലാം ഈ ബ്യൂട്ടി എന്ന കാറ്റഗറിയിൽ പെടുന്നുണ്ട്. കാരണം അതൊക്കെ അന്തിമമായിട്ട് നമ്മുടെ ക്രിയേറ്ററുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമ്മളെ സൂചിപ്പിക്കുന്നു. ഇത്രയും വൈവിധ്യമാർന്ന സംഗതികൾ സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ? മനുഷ്യരിപ്പോൾ ആൽഗോരിതം ഉണ്ടാക്കുന്നു, AI ഉണ്ടാക്കുന്നു, റോക്കറ്റ്, EV അല്ലെ ഒക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ര വൈവിധ്യമാർന്ന സംഗതികൾ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ടോ എന്ന ചിന്തയിലേക്ക് നമ്മളെ ഇത് നയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം എന്തിനാണെന്നാണ് അന്തിമമായിട്ട് പറയുന്നത്? പിന്നെ അതൊക്കെ ഒരു പാർട്ട് ഓഫ് എ ഗ്രേറ്റ് ടെസ്റ്റ്, ഒരു വലിയ വിശാലമായ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. എന്താണ് ആ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷണമാണ്. ഇമാം അൽ ഖുർത്തുബി ഈ സീനത്തൻ അതിനെക്കുറിച്ച് മായും സീനത്തും മഫ്ഊലാനി, രണ്ട് മഫ്ഊലുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മഫ്ഊല് രണ്ടാമത്തെ മഫ്ഊല് എന്ന അർത്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അതായത് ഒരു ഇമാം ഒരു സഹാബി ഇമാം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമായ ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ, ഈ ഭൂമി മുഴുവൻ, ഐഹിക ജീവിതം മുഴുവൻ ഹുൽവത്തുൻ, അത് വളരെ സ്വീറ്റാണ്, ഖളിറത്തുൻ, അത് വളരെ പ്രശോഭിതമാണ്, പച്ചപ്പാർന്നതാണ്, എന്ന് പറഞ്ഞാൽ ആകർഷണീയമാണ് ദുനിയാവ് മുഴുവൻ. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹ, അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ എന്താക്കിയിരിക്കുന്നു? മുസ്തഖ്ലിഫ, നിങ്ങളെ ഖലീഫയാക്കിയിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകലതിനെയും നിങ്ങൾ അനന്തരമെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു അതിൽ വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഖ്ലാഫ് എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട്, അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട് ഈ ഭൂമിയിലെ സകല സംഗതികൾ ഉപയോഗിക്കണം. ഫനാദിറുൻ, എന്നിട്ട് അള്ളാഹു നമ്മളെ നോക്കുകയാണ്. കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു നോക്കണം. ഫത്തഖുദ്ദുനിയ, അവിടെയാണ് അതിന്റെ പ്രധാനം. ഫത്തഖുദ്ദുനിയ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദുനിയാവിനെ സൂക്ഷിക്കണം. വത്തഖുൻ നിസാ,
സ്ത്രീകളെയും സൂക്ഷിക്കണം. സ്ത്രീകളെ സൂക്ഷിക്കാനോ? സ്ത്രീകളെന്തോ കുഴപ്പമുള്ളതാണോ? അതല്ല. അതായത് സ്ത്രീകൾക്കല്ല കുഴപ്പം, പുരുഷന്മാർക്കാണ് കുഴപ്പം. അതാണ് ഇവിടെ റസൂൽ പറയുന്നത്. അതായത് ദുനിയാവ് ഫത്തഖു ദുനിയ എന്ന് പറയുമ്പോൾ ദുനിയാവിനെ സൂക്ഷിക്കണം, സ്ത്രീകളെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഈ ദുനിയാവിൽ അള്ളാഹു ധാരാളമായിട്ട് അലങ്കാരങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അലങ്കാരങ്ങളെ നിങ്ങൾ അനുവദനീയമായ തോതിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ വശംവദരായിക്കൊണ്ട് അതിൽ പെട്ടുപോകുന്ന അവസ്ഥയിൽ വരരുത്. ഇപ്പം നമ്മൾ നോക്കൂ, എന്താണ് മറ്റേ കവി പാടിയല്ലോ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം, അല്ലേ? സ്വർണം, കാമിനി, ഇതുകൊണ്ടൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദുനിയാവിനെ കുറിച്ച് നമ്മളൊരു മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ദുനിയാവിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു വിഹിതം, അനുവദനീയമായ ഒരു വിഹിതം, അതേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അട്രാക്ഷൻസ് ഈ ദുനിയാവിലുണ്ട്. ഇത് അതുകൊണ്ടാണ് ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ. ദുനിയാവ് എന്താണ്? ഹുൽവത്തുൻ, വളരെ മനോഹരമാണ്, സ്വീറ്റാണ്. ഖദിറത്തുൻ, വളരെ അട്രാക്റ്റീവാണ്. പക്ഷെ അതിലൊരു ഒബ്സഷൻ ഉണ്ടാവരുത്. അതിൽ തന്നെ എന്തു വന്നാലും ആസ്വദിച്ചിടണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പണ്ട് പാടിയിട്ടില്ല. ആരാ പാടിയത്? കേട്ടിട്ടുണ്ട് അത്? എന്തു വന്നാലും ആസ്വദിച്ചിടണം. രമണൻ എഴുതിയ ചങ്ങമ്പുഴ, അല്ലെ? ചങ്ങമ്പുഴ പാടിയതാണത്. എന്തു വന്നാലും ആസ്വദിച്ചിടണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ച് മുന്തിരിച്ചാറാണ് ജീവിതം. പക്ഷെ എന്തു വന്നാലും ആസ്വദിച്ചിടണമല്ല. എനിക്ക് അതിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിഹിതമായ മാർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതെനിക്ക് സ്വീകരിക്കണം. അവിടെ പ്രത്യേകമായിട്ട് വത്തഖു ദുനിയ എന്ന് പറഞ്ഞിട്ട് വത്തഖു നിസാ പറഞ്ഞു, സ്ത്രീകൾ. കാരണം അവിടെ ഒരു പലപ്പോഴും മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു പരീക്ഷണം ഇന്നിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എപ്സ്റ്റീൻ ഫയലാകട്ടെ, അതല്ലെങ്കിൽ പല പൊളിറ്റിക്കൽ സ്കാൻഡലൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത് എന്താ? സ്ത്രീകളോടുള്ള ഒരു ആകർഷണീയതയുടെ പുറത്ത് ആളുകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരും എന്തും ത്യജിക്കാൻ പലപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു പിന്നെ അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, പിന്നെ നിങ്ങളൊരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ ലാ യൻഫഉൽ മശ്വറ, അവന് യാതൊരു അഡ്വൈസും ഉപകാരപ്പെടില്ല. എനിക്കൊരു സ്ത്രീയെ കല്യാണം കഴിക്കണം, എന്താണ് എന്താ വഴി, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു, എനിക്കൊരു ഉപദേശം തരാൻ പറഞ്ഞ് എന്തുപദേശം കൊടുത്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു പ്രണയത്തിലാണ് പെട്ടുപോയെങ്കിൽ പിന്നെ അയാൾ മാറുന്ന പ്രശ്നമില്ല. അതാണ് ആ പ്രോവർബിന്റെ ഉദ്ദേശം. മീൻസ് അത് ആണാകട്ടെ പെണ്ണാവട്ടെ രണ്ടുപേർക്കും അങ്ങനെ ആവാം. അപ്പം ഇവിടെ ശരിക്കും അതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിനോടുള്ള നമ്മുടെ അപ്രോച്ച് ഒരു മിതമായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം എന്ന അർത്ഥത്തിലാണ്. മനസ്സിലാവും? അത് അട്രാക്ഷനുള്ള എന്തും ആവാം. നേരെ തിരിച്ചിപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള അട്രാക്ഷനും അങ്ങനെ തന്നെയാണ്. അതിനും പരിധിയും അള്ളാഹു നിശ്ചയിച്ച പരിമിതികളും പരിധിയും ആ ബൗണ്ടറീസും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമേ നമ്മൾ അന്തിമമായിട്ട് സന്തോഷത്തിലും ഈ ദുനിയാവിനെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു സീനത്തായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതൊരു അഡിക്ഷനായിട്ട് നമുക്ക് മാറാൻ പാടില്ല. അത് ഏത് അഡിക്ഷൻ വരുന്ന ഏത് സംഗതിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാ? സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി. അങ്ങനെ ഒരു നീണ്ട ആയത്ത് പറയുന്നുണ്ട്. ആളുകൾക്ക് ഷഹവാത്ത്, അല്ലെ, വൈകാരികമായിട്ട് സ്ത്രീകളോടുള്ള സ്നേഹം, പണത്തോടുള്ള സ്നേഹം, ഇതൊക്കെ പിശാജ് അവർക്ക് അള്ളാഹു അത് ഒരു അലങ്കാരമാക്കി അള്ളാഹു വച്ചിട്ടുണ്ട്. അത് പിശാജിന്റെ വശം. ഏറ്റവും കൂടുതൽ പിശാജ് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന അത്തരം സംഗതികൾക്കാണ്. അത്തരം സംഗതികളിലേക്ക് മനുഷ്യരെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രേരണയിൽ വീണു പോകരുത്, വശംവദരായി പോകരുത് എന്നത് അള്ളാഹുവിന്റെ താക്കീതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്തിനെയാണ് ഈ സീനത്ത് എപ്പോഴാണ് സ്പിരിച്വൽ ആകുക? സീനത്ത് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. സീനത്ത് സ്പിരിച്വൽ ആണ്, അല്ലെ? ഈ ബ്യൂട്ടി എന്നുള്ളത് സ്പിരിച്വൽ ആണ്. പക്ഷെ അത് എപ്പോഴാണ് സ്പിരിച്വൽ ആകുക? നമ്മളെ
അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ അത് എത്രമാത്രം പ്രാപ്തമാക്കുന്നു അതനുസരിച്ചായിരിക്കും അത് സ്പിരിച്വൽ ആകുക. ഒരു സൗന്ദര്യമുള്ള ഒരു സംഗതിയെ നമ്മൾ ആസ്വദിക്കുമ്പോൾ, കാണുമ്പോൾ, നമുക്ക് അനുവദനീയമായ രൂപത്തിൽ അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതേ സന്ദർഭത്തിൽ ഒരു പൂവ്, ഒരു നേച്ചർ, ഒരു നല്ല ബ്യൂട്ടി, ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അത് സ്പിരിച്വലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, നമ്മൾ ഇതിന് ഗ്രേറ്റ്ഫുൾ ആകണം, നന്ദിയുള്ളവരാകണം. അപ്പോഴാണ് അത് സ്പിരിച്വൽ ആകുക. നമുക്ക് കിട്ടിയ ഈ സീനത്തിൻ്റെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ എന്താണ്, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായിട്ട് മാറണം. അപ്പോഴും എന്താവും, അത് ആ സീനത്ത് സ്പിരിച്വൽ ആകും. അതൊരു നമ്മൾ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെ ബ്യൂട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ അൽഹംദുലില്ലാ അല്ലെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹംദ് വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞു. അതിലെന്തുണ്ട്? ശുക്റുണ്ട് അല്ലെ, സനാ ഉണ്ട്, ശുക്റുണ്ട്. അതാണ് ഹംദ്. പ്രശസ്തിയുണ്ട്, അള്ളാഹുവിന് പുകഴ്ത്തലുണ്ട്, നന്ദിയുണ്ട്. ഒരാൾക്ക് നന്ദിയില്ലെങ്കിൽ അയാളുടെ ജീവിതം മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. നന്ദിയുള്ള ഒരാളായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ താങ്ക് യു, അത് മനുഷ്യരോടായാലും പടച്ചോനോടായാലും, പടച്ചോനോട് താങ്ക് യു പറയാത്ത ഒരാൾക്ക് മനുഷ്യരോട് താങ്ക് യു പറയാൻ കഴിയില്ല. അയാൾ പറയില്ല ഒരിക്കലും. മനുഷ്യരോട് താങ്ക് യു പറയാത്ത ഒരാൾ അള്ളാഹിനോടും താങ്ക് യു പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിതം ഒരിക്കലും. നമ്മൾ നോക്കൂ, നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയോ ആളുകൾ സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വണ്ടി ഓടിക്കുന്നു, ആ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന ആള്, ആ വണ്ടി റിപ്പയർ ചെയ്യുന്ന ആള്, ആ വണ്ടി ഉണ്ടാക്കിയ ആള്, അല്ല ഫാക്ടറിയിലെ ആള്, അതിൻ്റെ ഓരോന്നും അങ്ങനെ. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് എത്താൻ സഹായിച്ച എത്രയോ പേരുണ്ട്. ഒരു ഓറഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ ആ ഓറഞ്ച് ഉണ്ടാക്കിയ ഏതോ ഓസ്ട്രേലിയയിലോ ദക്ഷിണാഫ്രിക്കയിലോ മിസറിലോ എവിടെ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്, കാശ്മീരിന്നോ എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ടേബിളിൽ അത് എത്തുന്നതിന് മുമ്പ് എത്രയോ. അപ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ, ചോറ് നമ്മൾ കഴിക്കുമ്പോൾ, അപ്പം കഴിക്കുമ്പോൾ, എന്തോ ആവട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളോടുള്ള ഒരു നന്ദി പ്രകടനത്തോടു കൂടിയാണ് നമ്മളത് കഴിക്കുന്നതെങ്കിൽ അത് സീനത്താണ്. അപ്പോഴാണ് ആ ബ്യൂട്ടി എന്താവുക, സ്പിരിച്വൽ ആകുക. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളത്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഈ സീനത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇൻ ശകർതും ലയസീദന്നകും അല്ലെ, വഇത്തഅذന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായാൽ അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് സീനത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളത് നമ്മുടെ മുഖത്ത് പ്രകടമാകും, നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും, നമ്മുടെ ആരോഗ്യത്തിൽ പ്രകടമാകും, നമ്മുടെ മാനസിക അവസ്ഥയിൽ പ്രകടമാകും. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യരോട് അള്ളാഹുവിനോട് ഒക്കെ നന്ദിയുള്ളവരാകുക എന്നുള്ളത്. ഇനി ഇബ്നു ആഷൂർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പിന്നെ ഈ സീനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇന്ന് ഈ ഭൂമിയിലെ സകല കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുള്ളത് അല്ലെ. ഓരോരുത്തർക്കും എനിക്ക് എത്ര സീനത്ത് വേണം എന്ന് വ്യക്തികൾ, കുടുംബാംഗങ്ങൾ, പിന്നെ ബിസിനസ്സുകൾ, അയൽക്കാർ, ഈവൻ രാഷ്ട്രങ്ങൾ വരെ ഈ സീനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് പരസ്പരം കുഴപ്പത്തിലാകുന്നത്. പക്ഷേ അതിൽ നമ്മൾ നന്ദിയുള്ളവരാവുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാകുകയും ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. മഖാസിദു ശരീഅ എന്ന് പറയും. അതായത് ഈ സംഗതികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിഹിതം അനുസരിച്ചെടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുമോ? ഈ ദുനിയാവിൽ ഒരിക്കലും കിട്ടൂല. ഏത് ബേസിലത് കിട്ടുക? ഒരു ബേസുമില്ല. നല്ല ബുദ്ധിയുള്ള ആൾക്ക് ചിലപ്പോൾ കിട്ടൂല, തീരെ ബുദ്ധിയില്ലാത്ത ആൾക്ക് ഒരുപാട് കിട്ടും അല്ലേ. നല്ല തറവാട്ടിൽ ജനിച്ച ആൾക്ക് ചിലപ്പോൾ കിട്ടൂല, അങ്ങനെയൊക്കെ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ചിലപ്പോൾ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയും ഇത് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ വിഹിതത്തെ ആസ്വദിക്കാനും അതിനെ പരിപാലിക്കാനും അതിന് നന്ദിയുള്ളവരാകാനും നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മൾ അഹ്സനു അമല, ഏറ്റവും നല്ല
കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമുക്ക് മറ്റു മനുഷ്യരുമായിട്ട് ഹാർമണിയിൽ, സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഖുർആനിൽ ഈ സീനത്ത് എന്നുള്ള പദം വന്ന മറ്റ് സ്ഥലങ്ങൾ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ഉദാഹരണത്തിന് സൂറത്ത് യൂനുസിലെ 88-ാമത്തെ ആയത്തിൽ മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്. എന്താണ്? ഖാല മൂസ റബ്ബന ഇന്നക ആതൈത ഫിർഔന വ മലഅഹു സീനതൻ വ അംവാലൻ ഫിൽ ഹയാത്തി ദുനിയ. റബ്ബേ, നീ ഫിർഔനും അയാളുടെ കൂട്ടർക്കും ഒരുപാട് സീനത്ത് നൽകിയിട്ടുണ്ട്, സമ്പത്തും സീനത്തൊക്കെ ഒരുപാട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ റബ്ബന അത്മിസ്സലാം വാലിയും അവരുടെ പണമൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. കാരണം അവർ ഈ ബ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് അവർ ഭൂമിയിൽ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പോൾ മൂസ അലൈഹി സ്വലാം ഇവിടെ അംഗീകരിക്കുകയാണ്. എന്താണ് അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി? നല്ല വസ്ത്രം, നല്ല വീട്. കാരണം ഫിറൗന്റെ കൊട്ടാരം മനോഹരമാണ് അല്ലെ? ഫിറൗന്റെ ഉടയാടങ്ങൾ, പിന്നെ ആടയാഭരണങ്ങൾ, വസ്ത്രം, ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിയിൽ അയാൾ വരുന്നത് അയാൾക്ക് നല്ലതിനായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിക്കില്ലായിരുന്നു. പക്ഷെ ആ ബ്യൂട്ടിയിലായിരിക്കെ തന്നെ അയാൾ അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇസ്ലാം ഈ സീനത്തിനെ നിഷേധിക്കുന്നില്ല. അതിന് തെളിവെന്താ? സൂറത്തുൽ അറാഫിലെ 32-ാമത്തെ ആയത്ത്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹില്ലതി അഖ്റജ ലിഇബാദിഹി. അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സീനത്ത് ആരാണത് നിഷേധിക്കുന്നത്? ആരാണത് തടയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഞാൻ തുടക്കത്തിലും അത് പറഞ്ഞു, അള്ളാഹു ഭംഗിയുള്ളവനാണ്. ആ ഭംഗി കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കീറി പറഞ്ഞൊരു വസ്ത്രവും ധരിച്ച് ഇങ്ങനെ പാവപ്പെട്ട ഒരാളായിട്ട് പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മര്യാദക്ക് നടക്ക്, നേരെ നോക്കി നടക്ക്, നല്ല വസ്ത്രം ധരിച്ച് നടക്ക്, നിനക്ക് ഇതേ ഉള്ളോ? പറഞ്ഞ്, എനിക്ക് ഇതിനേക്കാളും നല്ലതൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊരു മിസ്കീനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് അയാളെ തിരുത്തി. അങ്ങനെയല്ല, നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നല്ല വസ്ത്രം വീട്ടിലുണ്ടെങ്കിൽ കീറി പറഞ്ഞ അത് ആ പറഞ്ഞ വാചകമാണ്. അതായത് നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ നീ പറയണം. ഒരാൾക്ക് നല്ല വസ്ത്രവും നല്ല ഇതൊക്കെ ഉണ്ടായിരിക്കെ അയാളെ ഏറ്റവും മോശം ചെരുപ്പും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നടക്കുക, ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സംഗതിയല്ല. അതൊക്കെ അവിടെ നമ്മുടെ ഉദ്ദേശമാണ് പ്രധാനം. നമ്മൾ ആളുകളെ കാണിക്കാനാണോ പൊങ്ങച്ചം? അതിനെക്കുറിച്ച് അടുത്ത് പറയുന്നുണ്ട്. അതല്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനുള്ള, അത് പ്രകടിപ്പിക്കാനുള്ള, അത് പ്രകടമായിക്കോട്ടെ എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ ജീവിക്കണേ, അതിന് പ്രശ്നമൊന്നുമില്ല. അതാണ് ഈ മൻ ഹറമ സീനത്തല്ലാഹ് അഖ്റജ ലിഇബാദി. അതാർക്കും ഒരാൾ ദീനിയാണ് എന്നതിൻ്റെ അർത്ഥം ഏറ്റവും മോശം വസ്ത്രം ഇട്ട് അങ്ങനെ ഒരു കീറിപ്പറഞ്ഞ പഴകിതായ വസ്ത്രം ധരിക്കണം, പഴകി ദ്രവിച്ച വസ്ത്രം ധരിക്കണമെന്നോ അങ്ങനത്തെ ഭക്ഷണം കഴിക്കണമെന്നോ ഒരു നിർബന്ധമില്ല. അത് അമിതമാകാതെ ആഡംബരമാകാതെ എത്രയും അയാൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇത് അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള സംഗതിയാണ്. ഈ റിസ്ക്, അതിലുണ്ടൊരു ബ്യൂട്ടി, അതും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കേട്ടോ. നമ്മുടെ ചുറ്റും കാണുന്നതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള. അപ്പോൾ ഈമാൻ നമുക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് വേണം? ഈ നല്ല സംഗതികൾ ആസ്വദിക്കാനും നല്ല സംഗതികൾ കാണാനും അത് കേൾക്കാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയിരിക്കുന്നു. ഈ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേസമയം ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, ഖാറൂനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഖസസിൽ 79-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. അയാളുടെ സമുദായത്തിലേക്ക് എല്ലാ സീനത്തിലും അങ്ങോട്ട് പുറപ്പെട്ടു. അതായത് അവിടെ ഖാറൂന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഖാറൂൻ ആരായിരുന്നു? ഫിർഔന്റെ കാലത്ത് പറയും, ബനു ഇസ്രായേലിൽപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിയുടെ സമുദായത്തിൽപ്പെട്ട ഏറ്റവും വലിയ ധനികനായിരുന്നു ഖാറൂൻ. തൻ്റെ സീനത്തില് ആ ആളുകൾ താമസിക്കുന്നിടത്തേക്ക് തൻ്റെ ഒട്ടകം, പരിവാരം, വസ്ത്രം ഇതൊക്കെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചേരിയിൽ താമസിക്കുന്നത്, സെലംസിലാണല്ലോ അവർ താമസിക്കുക, അവിടത്തേക്ക് അയാൾ പുറപ്പെട്ടു. അതിനെക്കുറിച്ചാണ് അള്ളാഹു അതൊരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പോൾ അങ്ങനെയും ആകരുത്. നമ്മൾ
നമ്മൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ പിന്നെ പുറമേ കാണിക്കുന്ന നമ്മുടെ ഈ സീനത്തൊക്കെ മറ്റുള്ളവരെ കൊതിപ്പിക്കാനും അസൂയ ജനിപ്പിക്കാനും അങ്ങനെയുണ്ട് ചിലര് അല്ലെ. നല്ല കാറൊരെണ്ണം വാങ്ങിയ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഒന്ന് അവിടെ ഇടാം, എന്നിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എൻ്റെ കാറ്, എൻ്റെ ഒരു. പിന്നെ ചിലർ നല്ലൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീടിനെ കാണിക്കാനുള്ള, ഇപ്പം ഇന്നത്തെ കാലത്ത് അത് കാണിക്കാൻ ഒരുപാട് വഴിയുണ്ട് അല്ലെ. ഒരു റീൽ ഉണ്ടാക്കി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അവിടെയൊക്കെ അത് കാണിക്കുന്നതുകൊണ്ട് തെറ്റില്ല. എങ്ങനെയാണെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വശത്തിലൂടെ ആണെങ്കിൽ അതൊന്നും കുഴപ്പമുള്ളൊരു സംഗതിയല്ല. അങ്ങനെ ചെയ്യുന്നത് ഹറാമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ്, നിയ്യത്താണ് പ്രധാനം. അപ്പോൾ അത് ഖാറൂൻ ചെയ്തതിനെ അള്ളാഹു വിമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ്, ഒരു പൊങ്ങച്ച പ്രകടനത്തിന്റെ ഭാഗമാണ്. അൽഹാക്കുമുത്ത തകാസുർ എന്ന് പറഞ്ഞ ആ പൊങ്ങച്ച പ്രകടനം അത് എന്താണ്, തെറ്റാണ്, നിഷേധിക്കപ്പെട്ടത്. ഇനി അയ്യുഹും അഹ്സനു അമല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു ഖതാദ പറഞ്ഞത്, അതായത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, അത് ഈ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഏറ്റവും നല്ല ബുദ്ധി ഉപയോഗിക്കുന്നവരാരാണ് എന്നതാണ് ഇമാം ഖത്താദയുടെ അതിന്റെ വിശദീകരണം. കാരണം എന്താ, ബുദ്ധിയുള്ള ആളുകളാണ് നല്ല കാര്യങ്ങൾ, ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ സീനത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും നല്ലത് ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഇന്റലിജന്റ് ആണ്, അവർ സ്മാർട്ടാണ്, അവർക്ക് ബുദ്ധിയുണ്ട്, ദക്കിയാണ്, അവർ ദക്ക ഉള്ള ആളുകളാണ്. കാരണം ഈ ചെറിയൊരു ജീവിതത്തിൽ, ഈ ചെറിയൊരു കാലഘട്ടത്തിൽ 80 വയസ്സ് 100 വയസ്സൊക്കെ വരെ മാക്സിമം ആളുകൾ ജീവിക്കുള്ളൂ. ആ കാലഘട്ടത്തിൽ ഈ കിട്ടുന്ന സീനത്തൊക്കെ അഹങ്കരിക്കാനും മറ്റുള്ളവരെ കെടുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ച പ്രകടനം നടത്താനും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്താണ്, അത് ബുദ്ധിയില്ലായ്മയാണ്, ബുദ്ധിശൂന്യമാണ്. അതേസമയം അത് ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുകയും മറ്റുള്ളവരെ അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ സീനത്ത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അതാണ് അയ്യുഹും അഹ്സനു അമല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് സ്പിരിച്വലും ഇമോഷണലും മാത്രമല്ല, അതൊരു ഇന്റലക്ച്വൽ തിങ് കൂടിയാണ്. അത് ബുദ്ധിപൂർവ്വം പ്രയോഗിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് എന്നതാണ് ഇമാം ഖതാദയുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. കേട്ടോ, അതിന് അദ്ദേഹം പറയുന്ന ഒരു സംഗതി, നമ്മൾ നാച്ചുറൽ ലോസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെ, പ്രകൃതി നിയമങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ അതിന് കോൺസിക്വൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് പ്രകൃതി നിയമമാണ് ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംഗതി താഴേക്ക് വീഴും. ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇന്നിപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ഒരു വീഡിയോ ആരോ AI ഉപയോഗിച്ചുണ്ടാക്കിയിട്ട് വൈറലായിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. ഐസക് ന്യൂട്ടനായിട്ട് മൂപ്പര് സംസാരിക്കണം, ആപ്പിള് തലയിൽ വീണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അനിവ അതെല്ലാം വിഷയം. അപ്പൊ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നാച്ചുറൽ കോൺസിക്വൻസ് ആണ്. എനിക്ക് നല്ല ഈമാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയാലോ ഗ്രാവിറ്റി വർക്ക് ചെയ്യാതിരിക്കൂലല്ലോ. എനിക്ക് നല്ല ഈമാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി തീ കയ്യിലെടുത്താലോ എനിക്ക് പൊള്ളാതിരിക്കൂലല്ലോ. ഇരിക്കോ? ഇല്ല, പൊള്ളും. ഞാൻ തീ പിടിച്ചാലേ എനിക്ക് പൊള്ളും. ഞാൻ എവിടെന്നെങ്കിലും ചാടിയാൽ ഞാൻ വീഴും, മരിക്കും. അത് ഉറപ്പാണ്. അത് നാച്ചുറൽ കോൺസിക്വൻസ് ആണ്. ഇതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു സ്പിരിച്വൽ കോൺസിക്വൻസ് ഉണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് ഇപ്പം അനുഭവപ്പെടൂല എന്നേ ഉള്ളൂ, പിന്നീട് അനുഭവപ്പെടുള്ളൂ. ഏതുപോലെ, നമ്മൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്താൽ, ഇവിടെ ഖത്തറിലൊക്കെ പ്രത്യേകിച്ച്, നാട്ടിലും ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്, AI ക്യാമറ ഉണ്ട്. സ്പീഡിൽ പോയാൽ റഡാർ അടിച്ചാൽ നമുക്കറിയാം അല്ലെ. റെഡ് സിഗ്നൽ കട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഫ്ലാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്, പിടിക്കപ്പെട്ടു. പക്ഷെ ആ സമയത്ത് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ക്യാമറ അടിച്ചിട്ടുള്ളൂ. നമ്മൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്തു, അല്ലെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടടുത്ത് നമ്മൾ 120 പോയി, ക്യാമറ അടിച്ചു. ക്യാമറ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ പറയുന്ന സമയം നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഫൈൻ അടക്കണ്ട. കാരണം മെസ്സേജ് വരാനിരിക്കണുള്ളൂ. മെത്രാഷിൽ മെസ്സേജ് വരാനിരിക്കണുള്ളൂ അല്ലേ, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഇമെയിൽ വരാനിരിക്കണുള്ളൂ. പക്ഷെ അപ്പം തന്നെ നമുക്ക് ഫീൽ ആവും എന്ത്, ദർ ഇസ് എ കോൺസിക്വൻസ്. ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവണം, ഒരു കോൺസിക്വൻസ് ഇതിനുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ ഭൂമിയിൽ നമ്മൾ സേഫാണ്. തെറ്റ് ചെയ്യുന്നവരെ അപ്പോഴേക്കപ്പോഴെ പിടിച്ച് ശിക്ഷിക്കുന്ന സ്വഭാവം അള്ളാഹുവിനുണ്ടോ? ഇല്ല. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ പശ്ചാത്തപിക്കുന്നു, നമ്മൾ മടങ്ങുന്നു, നമുക്കതിന് ഒരുപാട് അവസരം അള്ളാഹു തരുന്നു. പക്ഷെ അന്തിമമായി ആ സ്പിരിച്വൽ ബോധം നമ്മുടെ അടുത്ത് വേണം. എന്ത്, ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിൻ്റെ പേരിൽ ഒരു കോൺസിക്വൻസ് ഉണ്ടാകും. ഇതിനെയാണ് അയ്യുഹും അഹ്സനു അമല എന്ന് പറയുന്നത്.
തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തുകയും അതിന് പകരം നന്മയിലേക്കുള്ള വഴിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അഹ്സനു അമല എന്നതാകുന്നത്. അഹ്സനു അമല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാത്തവർ എന്നല്ല, നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ ഇപ്പം എനിക്ക് ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടൂലേ. അങ്ങനെയല്ല, തെറ്റ് ചെയ്യാത്തവർ എന്നല്ല. നമ്മളുടെ അമലുകളിൽ തെറ്റും നല്ലതും ചീത്തതുമായിട്ടുള്ള പല സംഗതികളും വന്നു പോയേക്കാം. പക്ഷേ ആ വന്നു പോകുന്ന തെറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ആ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മാറി നടക്കുന്നു, വഴിമാറി നടക്കുന്നു. എന്നിട്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്നു, പശ്ചാത്തപിച്ച അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അവിടെയാണ് നമ്മൾ പിന്നെന്താ പറയുക, അയ്യുഹു അഹ്സനു അമല എന്നുള്ളത് ഇന്റലക്ച്വൽ തിങ് ആകുന്നത് അപ്പോഴാണ് കേട്ടോ. ഓക്കെ, ഇനി ടെംപ്റ്റേഷൻസിനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കണം. പ്രലോഭനങ്ങളുണ്ടാവും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളം. നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് സ്ത്രീകൾ ഒരു പരീക്ഷണമാണ്, അത് നേരെ തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർ പരീക്ഷണമാവാം, പണം ഒരു പരീക്ഷണമാവാം, ഭൂമിയിലെ പൊസിഷൻസ് ഒരു പരീക്ഷണമാവാം, പ്രശസ്തി ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പരീക്ഷണം പ്രശസ്തിയാണ്. റീൽസ്, ഞാനിട്ട റീൽസ് എത്ര പേര് കണ്ടു, എൻ്റെ റീൽസിന് എത്ര ലൈക്ക് ഉണ്ട്, എൻ്റെ പോസ്റ്റിന് എത്ര കമൻ്റ് ഉണ്ട്, എൻ്റെ വീഡിയോക്ക് എത്ര കമൻ്റ് ഉണ്ട്, ഇതിലാണ് ആളുകളുടെ മുഴുവൻ ശ്രദ്ധ. ഒരു കമൻ്റ് എങ്ങാൻ കഴിഞ്ഞ അവിടത്തേക്കാൾ കുറഞ്ഞു പോയാൽ ഇപ്പോൾ എന്തോ കപ്പൽ മുങ്ങിയതുപോലുള്ള ആളുകളുടെ ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടാം. സോ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ടെംപ്റ്റേഷൻസിനെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇമാം സുഫിയാൻ സൗരി അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ദ മോസ്റ്റ് സ്പിരിച്വൽ, ഈ അയ്യുഹു അഹ്സനു അമല എന്നതിനെ കുറിച്ച് പറഞ്ഞത്, ദുനിയാവുമായിട്ടുള്ള ഇടപെടലുകളിൽ ഏറ്റവും സ്പിരിച്വലായിട്ട് ഇടപെടുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. സാഹിദ്, അവര് ദുനിയാവിൽ, സാഹിദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വിരക്തി കാണിക്കുന്നവർ. വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ദുനിയാവ് ഉപേക്ഷിക്കുന്നവരല്ല, ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അത്രയും മതി. ഇനി നമ്മൾ സഈദൻ ജുർസ അതുകൂടി പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വ ഇന്നാ ലജാഇലൂന മാ അലൈഹ സഈദൻ ജുർസ. സഈദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് എന്താ അതിൻ്റെ അർത്ഥം ശരിക്കും? വൈനാല ജാഇലൂന മാ അലൈഹ, ഈ ഭൂമിക്ക് മുകളിലുള്ളതിനെ നാം സഈദൻ, സഈദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണങ്ങിയ മണ്ണ് ആക്കി മാറ്റും. ജുർസൻ എന്ന് പറഞ്ഞാൽ ഒരു ഫലശൂന്യമായിട്ടുള്ള എന്ന് മലയാളത്തിൽ പെട്ടെന്ന് അർത്ഥം പറയാം, എന്ന് വിശദീകരിക്കാം നമുക്ക് കേട്ടാ. ഇമാം സുഹൈലി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ഭൂമിയെ അള്ളാഹു, മനോഹരമായ ഈ ഭൂമിയെ പിന്നീട്, ഇപ്പൊ നേരത്തെ പറഞ്ഞത് സീനത്താണെന്നാണല്ലോ പറഞ്ഞത്, അതിനെ കംപ്ലീറ്റ്ലി ഒരു ഡിസ്ട്രക്റ്റീവ് മോഡിലേക്ക്, ഒരു ചെടിയും വളരാത്ത, ഒരു പിന്നെ ഫലവൃക്ഷങ്ങളും പൊട്ടിമുളക്കാത്ത ഒരു ബാരൻ ലാൻഡായിട്ട്, തരിശു ഭൂമിയാക്കിയിട്ട് നാം മാറ്റും എന്ന് അള്ളാഹു പറയുന്നത്. ഇമാം അലൂസി അതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു റീസണാണ്, ഇതൊരു കാരണമാണ്. അതായത് എന്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കില്ല ഭൂമിയിലുള്ളത് മുഴുവൻ ബ്യൂട്ടിഫുൾ ആണ്, അതോടൊപ്പം തന്നെ എന്താണ്, അത് പിന്നീട് ആ ബ്യൂട്ടിഫുൾ ആയതിനു ശേഷം പിന്നീട് അത് നശിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്, ഒരു നത്തിങ്നെസ് അവിടെ ഫീൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ സഈദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഈദൻ ത്വയ്യിബ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മാഇദയിൽ. എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? സഈദൻ ത്വയ്യിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? തയമ്മും ചെയ്യണതിനെ കുറിച്ച്. അതെ, കറക്റ്റ്. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, നിങ്ങൾ തയമ്മും ചെയ്യുമ്പോൾ സഈദൻ ത്വയ്യിബൻ. മണ്ണിലടിക്കാനാണ് പറഞ്ഞേക്കണം. എന്നാൽ ഏറ്റവും ചെളിയുള്ള ഒരു മണ്ണിൽ അടിക്കാനാണോ പറഞ്ഞേക്കണം? അല്ല, ചെളിയുള്ള മണ്ണിൽ അടിച്ചിട്ട് തയമ്മും ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതല്ല ഉദ്ദേശിച്ചിട്ടില്ല. നല്ല പൊടിയുള്ള മണ്ണിൽ അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊടിയുള്ള മണ്ണ് കിട്ടിയില്ലെങ്കിൽ ഒരു ചുമരിൽ അടിച്ചാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ അടിച്ചാൽ മതി, ഒരു കസേരയിലോ ഒരു മേശയിലോ ഒക്കെ അടിച്ചിട്ട് തയമ്മും ചെയ്യാം. ഞാൻ വിശദീകരിക്കുന്ന അതല്ല. സഈദൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പൊടി പാറുന്ന മണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. സഈദ് അതാണ് അർത്ഥം. എ ലാൻഡ് ദാറ്റ് ഹാസ് നോ ട്രീസ്, നോ ഗ്രീനറി, നോ വെജിറ്റേഷൻ, കംപ്ലീറ്റ്ലി ബാരൻ ലാൻഡ്, പൂർണ്ണമായിട്ടും തരിശായിട്ടുള്ള ഒരു മണ്ണ്. സഈദിന് ഭൂമിയുടെ പ്രതലം എന്ന അർത്ഥത്തിൽ പറയും, ഭൂമിയുടെ ഉപരിതലം എന്ന അർത്ഥത്തിൽ പറയും. പിന്നെ ഡ്രൈഡ് അപ്പ് ഡേർട്ട്, ഉണങ്ങിയ പൊടിയുള്ള മണ്ണ്. സഈദ എന്ന പദത്തിനാണ് അതിൻ്റെ അർത്ഥം. സഈദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി പോവാന്ന് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ കഅന്നമ യസ്അദു ഫിസ്സമാ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ
അവരുടെ ഹൃദയം ഇടുങ്ങിയതായിരിക്കും, അവരിങ്ങനെ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നത് പോലെ. അപ്പൊ ഈ ഭൂമിയുടെ ഏറ്റവും ടോപ്പ് ലെയറിനെയാണ് സഈദ് എന്ന് പറയാം. കാരണം ഭൂമിക്ക് താഴെ ഒരുപാട് ലെയർ ഉണ്ട്. ആ താഴെയുള്ള ലെയർ ഇങ്ങനെ കയറി കയറി പോരുമ്പോൾ ഏറ്റവും മുകളിലുള്ള ലെയർ, ആ പൊടിയുള്ള മണ്ണുള്ള ലെയർ, അതിനെയാണ് സഈദ് എന്ന് പറയാം. അതാണ് ആ വാക്ക് അവിടെ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ഇനി ജുർസ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സംതിങ് ഡ്രൈഡ് അപ്പ്. നേരത്തെ തന്നെ ഒരുപാട് മരങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പച്ചപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പച്ചപ്പൊക്കെ മഞ്ഞച്ചു പോയി ഉണങ്ങി വൈക്കോലായി, എന്നിട്ട് പിന്നെ ഒന്നും മുളക്കാത്ത ഒരു തരിശു ഭൂമിയായിട്ട് മാറുക. അതിനാണ് ജുർസ് എന്ന് പറയാം. ഇലൽ അർലിൽ ജുർസ്, സൂറത്ത് സജദയിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭൂമി അവിടെ ഇനി ഒരിക്കലും ഒരു വെജിറ്റേഷൻ, ഒരു ചെടിയോ ഒരു വൃക്ഷമോ ഒന്നും വളരാത്ത അങ്ങനെയുള്ള ഒരു, അതായത് പിന്നെ ക്യാമൽസും വെട്ടുകിളിയും ഒക്കെ വന്ന് അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനി ഒന്നും വളരാത്ത ഒരു പ്രദേശം. ഓക്കെ, അപ്പൊ സഈദൻ ജുർസ, ഈ ഭൂമിയിലുള്ള സകലത്തിനെയും അള്ളാഹു ഡ്രൈഡ് അപ്പ് ഡേർട്ട്, ബാരൻ ലാൻഡ്, അല്ലെ, ഉണങ്ങിയ പൊടിയുള്ള മണ്ണുള്ള ഒന്നും മുളക്കാത്ത ഒരു പ്രതലമാക്കി മാറ്റും അള്ളാഹു എന്നാണ് പറയുന്നത്. ലാ തറാഫിഹ ഇവജൻ വല അംത ഖാഅൻ സഫ്സഫ എന്നൊക്കെ പല സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. ഇബ്നു ആഷൂർ അതിനെക്കുറിച്ച് വ ഇന്നാ ലജാഇലൂന എന്ന് പറയുന്നത്, ലജാഇലൂന എന്നുള്ളതിൻ്റെ പിന്നെ അത് ഇസ്മാണ ഫെയിലാണ്. ജാഇലൂന ഇസ്മാണ ഫെയിലാണ്. ജാല നമ്മൾ പറഞ്ഞു, അത് ഫെയിലാണ്. ജാഇൽ എന്നുള്ളതോ എങ്ങനെയാ അത് പറയാം? ഇസ്മു ഫാഇൽ. ആ, ജാഇലൂന അത് ഫിഇൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് സനജഅലു എന്ന് പറയേണ്ടടുത്താണ് അള്ളാഹു ഇന്നാല ജാഇലൂന എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഫിഇൽ ഉപയോഗിക്കാതെ സനജഅലു എന്ന് പറയാതെ ഇന്ന ലജാഇലൂന എന്ന ഇസ്മു ഫാഇൽ ഉപയോഗിച്ചു എന്ന് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം രണ്ടെണ്ണമാണ്. ഒന്ന്, ഫ്യൂച്ചറിൽ അത് അങ്ങനെ തന്നെ ആക്കി മാറ്റും എന്നതാണ്. നിർബന്ധമായിട്ട് അനിവാര്യമായിട്ടും ഈ ഭൂമിയെ നാം നിരപ്പാക്കി മാറ്റും, ഒന്നത്. രണ്ട്, അതൊരു ഡൺ ഡീലാണ്, അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന സംഗതിയാണ്. എങ്ങനെ? രണ്ടർത്ഥമാണ്. ഒന്നെന്താ, ഭാവിയിൽ അങ്ങനെ ആക്കി മാറ്റും എന്നുള്ളത്. രണ്ട്, അത് ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്നത്, ഒരു സംശയമുള്ള ഒരു സംഗതിയല്ല. വെറും ഫെയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ മാറ്റിയേക്കാം. ഇപ്പം നമ്മളിപ്പോൾ വരാം, ഞാൻ നാളെ വരും ഇൻഷാ അള്ളാഹ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അള്ള പറയുമ്പോൾ അള്ളാഹു ഉറപ്പിച്ച് പറയണം. ആ ഉറപ്പിക്കുന്നതിൻ്റെ ലാമു തഅക്കീദാണ്. ചോദിക്കുന്നുണ്ടോ? ലാമ് ലജാഇലൂന എന്നുള്ളത് ചില പ്രയോഗങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. മുഅ്മിനൂൻ, അതെ, അല്ലദീന യുഅ്മിനൂന എന്ന് പറയുന്നതിന് പകരം അൽ മുഅ്മിനൂൻ എന്ന് പറയുന്നത്, അതല്ല ഉദ്ദേശിച്ചത്. ആ, അതെ. അപ്പോൾ ഇസ്മു ഫാഇൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ഉണ്ട്, അതായത് അത് ഉറപ്പായിട്ടും സംഭവിക്കും എന്ന് മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥം കൂടി ഉണ്ട് അതിന്. വഇന്നാല ജാഇലൂന അറ്റ് ദ മൊമെന്റ്, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ നല്ല ഫലഭൂഷ്ടമായിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ഒരു ഫലമില്ലാതെ പതുക്കെ പതുക്കെ അങ്ങനെ ആക്കുന്നുണ്ട് അല്ലാഹു. ചിലയിടത്ത്, അതായത് എല്ലാ അർത്ഥത്തിലും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ശരി. അപ്പോൾ അതായത് ഒരു ഡൺ ഡീൽ, ഒരിക്കലും ഇനി ഉറപ്പായിട്ട് സംഭവിക്കും എന്നത് വളരെ ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഇന്ന തഅക്കീദിൻ്റെയാണ്, ലാമ് തഅക്കീദിൻ്റെയാണ്. ജാഇലൂന എന്നത് ഇസ്മു ഫായിലായിട്ട് ഉപയോഗിച്ചതിലൂടെ അതും ഉറപ്പിനെ കുറിക്കുന്നതാണ്, ഗ്യാരണ്ടിയാണ്. ഓക്കെടാ. അപ്പോൾ അള്ളാഹു ഈ ഭൂമിയെ മുഴുവൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ പറയണതിൻ്റെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ഇതില്ല മറ്റേ ഫ്ലൈറ്റിൽ ഈ മറ്റേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ പറയണ പോലെ കേട്ടിരിക്കുകയാണ് അല്ലേ? ഫ്ലൈറ്റിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ മറ്റേ ഇത് ഊതണം അല്ലേ, സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ പറയും. നമ്മൾ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ ആരും അത് തീരെ നമ്മൾ ശ്രദ്ധിക്കണം. ആ പെണ്ണ അതെങ്ങനെ പറയണ, നേരത്തെ മുമ്പ് പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ പറഞ്ഞത്. ഹിന്ദി പറഞ്ഞ പോലെ അല്ലല്ലോ ഇംഗ്ലീഷ് പറഞ്ഞ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ. പക്ഷെ ആ പറയണ എന്താ ശരിക്കും ആലോചിച്ച് നോക്കിയേ, വളരെ ഗൗരവമുള്ള സംഗതിയല്ലേ പറയണ. അഥവാ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒന്നുകിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും, അല്ലെങ്കിൽ തീരെ എത്തൂല അല്ലേ. ഫ്ലൈറ്റിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഒന്നുകിൽ നമ്മൾ എത്തും അല്ലെങ്കിൽ പിന്നെ തീരെ എത്തൂല, കാരണം ബാക്കിയൊന്നും കിട്ടൂല
അല്ലെ? കുറച്ചെങ്കിലും ബാക്കിയായിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, തലയില്ലാതെ പോകാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മളിപ്പോൾ പലപ്പോഴും ഖുർആന്റെ വാണിങ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേട്ടാൽ പോരാ കേട്ടാ. ഖുർആന്റെ വാണിങ് കേൾക്കുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കും. വൈന്നാല ജാഇലൂന മാ അലൈഹ സഈദൻ ജുർസ. ഈ ഭൂമിക്ക് മുകളിൽ, അതായത് ഇപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഈ ബുർജ് ഖലീഫ, ഈ പെട്രോണാസ് ടവർ, ഈ ട്വിൻ ടവർ, ഈ എംപയർ ബിൽഡിങ്, ഈ ലിബർട്ടി സ്റ്റാച്യു, ഇതൊക്കെ തകർത്ത് തരിപ്പണാക്കി ഫ്ലാറ്റ് ആക്കുന്ന പറയുന്ന 2 വർഷം ഗസയിൽ 2ാം ലോക യുദ്ധത്തിൽ ഇട്ടതിനേക്കാളുടെ ഡബിള് 10 ഇരട്ടി ബോംബിട്ടിട്ടും 2 വർഷമായിട്ട് ഗസ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തെ ബിൽഡിങ്ങുകൾ തകർക്കാൻ അത്രയും സമയം മനുഷ്യർക്ക് വേണ്ടി വന്നു. ഇത് അള്ളാഹ് പറയണ ഈ ഭൂമി മുഴുവൻ അങ്ങനെ ആക്കൂന്ന്. അതെങ്ങനെ? നിമിഷ നേരങ്ങൾ കൊണ്ട്. എന്തിനാണ് സൂറത്തുൽ കഹ്ഫ്, എപ്പോഴാണ് സൂറത്തുൽ കഹ്ഫ് രക്ഷയാകുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. എപ്പോഴാണ് രക്ഷയാവാന്ന് പറഞ്ഞാൽ ദജ്ജാൽ വരും. ആ ദജ്ജാലിന്റെ വരവ് ഈ ലോകത്തിന്റെ അവസാനം കൂടിയാണ്. ഈ ഭൂമിയിലെ സകലതും തകർന്ന് തരിപ്പണമായി ഫ്ലാറ്റ്, ദ വേൾഡ് ഇസ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ തോമസ് ഫ്രീഡ്മാന്റെ ഒരു പുസ്തകമുണ്ട്. അത് പക്ഷേ ഈ ഫ്ലാറ്റിനെ കുറിച്ചല്ല, അത് വേറൊരു ഫ്ലാറ്റിനെ കുറിച്ചാണ്, വേൾഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നിടത്താണ്. പക്ഷെ നമ്മൾ പറയുന്നു ദ വേൾഡ് ഇസ് ഫ്ലാറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഈ ദജ്ജാൽ വരുന്ന ആ സമയത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ അവസ്ഥയാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഫോർ ഷുവർ 100%, 200% എന്ന അർത്ഥത്തിൽ അള്ളാഹു പറയുന്നതിന് ഉപയോഗിച്ച വാക്കുകൾ ഇന്ന ലജാഇലൂന, ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. അബ്സല്യൂട്ട്ലി നത്തിങ്, ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. ഇമാം ഷൻഖൈത്തി അതിനെക്കുറിച്ച് പറഞ്ഞത്, ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു ഐഡിയ ആണ്. the earth will come into ruin and nothing, അത് ഒരിക്കലും ഒന്നും ആകാത്ത രൂപത്തിലേക്ക് വരും. അപ്പോൾ ഇമാം ഷാഫി അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഭൂമി പിന്നെ ഭൂമിയിൽ നിന്ന് പൊടി ഉയരുന്ന ഒരവസ്ഥ, അതായത് സകലതും ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് പൊടി ഉയരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയാനാണ് സഈദ് എന്ന് അല്ലാഹു പറഞ്ഞത്. ജുർസ് എന്ന് പറയുന്നത് ഇത് ഒരു ഡിസ്കണ്ടിന്യൂറ്റിനെ കുറിക്കാനാണ്. ഈ ഭൂമിയുടെ നേരത്തെ എല്ലാം ഫലഭൂയിഷ്ടമായി തീർന്നതിന് ശേഷം, പൂർണ്ണമായിട്ടും വെജിറ്റേഷനൊക്കെ ഉണ്ടായതിനു ശേഷം ഇനി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും എന്ന ആ ഒരു ഭീകരമായ ഒരു അവസ്ഥയെ കുറിക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഭൂമിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നമ്മളെ താക്കീത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതി. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇപ്പോൾ സംഭവിക്കാം, അന്ത്യനാൾ എപ്പോഴും സംഭവിക്കാമല്ലോ. ദജ്ജാൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനിങ്ങനെ വരണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാകാം. ദാറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്ന അർത്ഥത്തിലാകാം. ഇപ്പൊ ചിലതൊക്കെ ദജ്ജാലിന്റെ എല്ലാ കോലവും കെട്ടി എല്ലാ വിശദാംശങ്ങളോടും കൂടി നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ കാണുന്ന ഈ ഭൂമി ഇതിന്റെ മനോഹാരിതയോടൊക്കെ കൂടി നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു ബാരൻ ലാൻഡായിട്ട്, ഒരു തകർന്ന് തരിപ്പണമായ തരിശു ഭൂമിയായിട്ട് മാറാൻ നിമിഷങ്ങൾ മതി എന്ന ചിന്തയോടുകൂടി അന്തിമമായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തോടു കൂടി നമ്മൾ ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് സൂറത്തുൽ കഹ്ഫ്. അതിനാണ് അത് എല്ലാ വെള്ളിയാഴ്ചയും ഓതണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വെള്ളിയാഴ്ച ഇതിങ്ങനെ ഒരു യാന്ത്രികമായ ഒരു ചടങ്ങായിട്ട് ഓതുക എന്നുള്ളതല്ല, മറിച്ച് ഇത് ഓതുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ഇരുന്നു കൊണ്ട് നമ്മൾ ഓതുകയും അങ്ങനെ ജീവിതത്തെ കഴിയുന്നത്ര മനോഹരമാക്കുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അതിന് നന്ദിയുള്ളവരാവുകയും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അവൻ നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അനിവാര്യമായിട്ട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? എങ്ങനെ യജൂജ് മജൂജ് ദജ്ജാൽ, അത് ഇപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് സമയം വേണ്ടി വരും.
അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം കേട്ടോ. ഈ സൂറത്തുൽ കഹ്ഫ് തീരുന്നതിന് മുമ്പ് യജൂജ് മജൂജ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് കഥകൾ. ഇപ്പം നോക്കൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കഥയാണ്. അടുത്ത ആഴ്ച മുതൽ കഥയാണ് കേട്ടോ. അടുത്ത ആഴ്ച മുതൽ കഥയാണ്. അം ഹസിബത്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം. അപ്പോൾ ഇനി മുതൽ ഇത് ഇത്ര ബോറാവൂല. ഇനി മുതൽ ഇനി രസമുള്ള കഥയാണ് പറയാൻ പോണ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പറയാം കേട്ടാ. മോളെ ആരാണോ, മോനാണോ മോളാണോ അറിയില്ല, എന്തായാലും ഇൻഷാ അല്ലാഹ്. മോളാണോ മോനാണ്? ഇൻഷാ അല്ലാഹ് മോൻ. നമുക്ക് അടുത്ത ആഴ്ചകളിൽ കഥകൾ കേൾക്കാം കേട്ടാ. യജൂജ് മൗജൂജൊക്കെ നമുക്ക് വിശദമായി പറയാം. എല്ലാ ആഴ്ചയും വരണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ, പാപങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ അള്ളാഹു അതിനൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആ കുറ്റങ്ങളെ, നമ്മുടെ തെറ്റുകളെ അള്ളാഹു സൽക്കർമ്മങ്ങളാക്കി പരിവർത്തിപ്പിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم. اللهم آنس بالقرآن وحشتنا في القبور. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. جزاكم الله خير.